ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് അനേകം ഉപമകളിലൂടെ ജനങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. സ്വർഗീയ ചിന്തകൾ ഭൗതിക കഥകളായി അവൻ പകർന്നു നൽകി. യുഗാന്ത്യം പ്രതീക്ഷിച്ച് അവന്റെ രണ്ടാം വരവിനായി ഒരുങ്ങാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിശൂന്യമായി മറ്റെന്താണ്? വരുവിൻ, നമുക്കും വിവേകമതികളായ കന്യകമാരെ പോലെ ദൈവരാജ്യം സ്വന്തമാക്കാം. സെന്റ് ജൂഡ് ഫാമിലി യൂണിറ്റ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബൈബിൾ ലഘുനാടകം കാത്തിരിപ്പ്. അങ്ങനെ ആകട്ടെ മോളെ. എന്തായാലും ഇത്തവണത്തെ വേനലവധി അവരുടെ അമ്മ വീട്ടിൽ തന്നെ ആകട്ടെ. ഒന്നുമില്ലെങ്കിലും പാടത്തും പറമ്പിലൊക്കെ കളിച്ച് നടക്കാമല്ലോ. ആയിക്കോട്ടെ മോളെ, ആയിക്കോട്ടെ. ഓക്കെ. എടി കൊച്ചു ത്രേസ്യേ, നീ വന്നേടിയേ. എന്നതാ മനുഷ്യനെ ഈ വിളിച്ചു പോകുന്നേ? എടിയേ, നമ്മുടെ സ്നേഹക്കൊച്ചാ വിളിച്ചേ. ഇത്തവണ വേനലവധിക്ക് അവള് പിള്ളേരെ എവിടെ ആക്കാന്നാ പറയണേ. അവൾക്ക് ജോലി തിരക്കല്ലേ. എൻ്റെ പൊന്നു കർത്താവേ, അങ്ങനെയെങ്കിലും അതുങ്ങൾ 4 മനുഷ്യരെ കാണുമല്ലോ. ഇവിടെ ഉണ്ടല്ലോ 2 എണ്ണം. എത്ര നാളായി പിള്ളേർക്കൊന്ന് ഒത്തുകൂടിയിട്ട്. പണ്ടൊക്കെ എത്ര സന്തോഷമായിരുന്നു. പിള്ളേർക്കൊക്കെ അവരുടെ കാര്യങ്ങളായി തിരക്കിലാണേ. നമ്മളീ വയസ്സന്മാരോട് മിണ്ടാനും ചിരിക്കാനും ആർക്കാ ഇവിടെ നേരം? അതിന് ഈ നാട്ടിൽ വല്ല പിള്ളേരും ഉണ്ടോ? എല്ലാവരും വിമാനത്തിൽ കയറി അങ്ങോട്ട് പോവാല്ലേ. പള്ളിയിലൊക്കെ ചെന്നാലോ എല്ലാം തല നിറച്ച എണ്ണങ്ങളാ. ചെറുപ്പക്കാരായിട്ട് ആകെ നമ്മുടെ വർഗീസച്ചനും കൊച്ചച്ഛനല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ സിസിലിയുടെ മോക്ക് കൊച്ചുണ്ടായിന്നും പറഞ്ഞേ പോട്ടം കാണിച്ചതല്ല. അതുങ്ങളൊന്നും കാണാൻ പറ്റുമോ? പറന്നിങ്ങ് വന്നിട്ട് വേണ്ടേ? ഇനി ഏത് കാലത്താ കർത്താവേ? അതോർത്ത് നീ പേടിക്കണ്ട. ആ ഉണ്ടായ കൊച്ചിൻ്റെ കല്യാണവും കണ്ടിട്ട് നീ പോകത്തുള്ളൂ. എൻ്റെ കാര്യ പരമ കഷ്ടം. നീ മനുഷ്യാ. എൻ്റെ പൊന്ന് പിള്ളേരെ, കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട, ഏത് നേരവും മൊബൈല്. അമ്മ വീട്ടിൽ കളിച്ചു കിടക്കാൻ വന്ന 2 എണ്ണം ഈ ഇരിക്കണേ. ഇനിയെങ്കിലും ഇതൊന്ന് എടുത്ത് വെക്ക്. പറഞ്ഞ് ഞാൻ മടുത്തു. ചേട്ടാ ഇത് നോക്കിയേ, ഇവർക്ക് ഏത് നേരവും മൊബൈല്. എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. നിങ്ങൾ 2 ചീത്തെങ്കിലും പറഞ്ഞു നോക്ക്. എടി മണ്ടി, ഇവർ മൊബൈൽ നോക്കിയിട്ടാണെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. സമാധാനം. പുറത്തോട്ടൊന്നും പോകാത്താണ് നല്ലത്. കഞ്ചാവും മയക്കുമരുന്നും ഇല്ലാത്ത ഒന്നുമില്ല. അത് പോട്ടെ, ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാലോ. ദേ നോക്കിക്ക്, മകൻ അപ്പനെ കൊല്ലുന്നു, മകൾ അമ്മയെ കൊല്ലുന്നു. ആയുസത്തിനേക്കെന്നുമ്പോൾ നിനക്ക് മരിക്കണോ? ഞാനില്ലേ. നീ അടുക്കളയിൽ പോയി എന്തെങ്കിലും വെച്ചുണ്ടാക്ക്, അതാ നല്ലത്. എടാ പിള്ളേരെ, വാ കൊന്ത ചെല്ലാം. പള്ളിയിൽ കുരിശുമണി അടിച്ചുല്ലോ. പിതാവിനും പുത്രനും ഒരൊറ്റ എണ്ണത്തിനും ചെവി കേൾക്കത്തില്ല. കുന്ത്രാണത്തിനും നോക്കി ഇരിപ്പല്ലേ. എടാ പിള്ളേരെ, ഈ അമ്മാമ്മയെ കൊണ്ട് തോറ്റല്ലോ. ഒരു 5 മിനിറ്റ് ഞങ്ങളിത് കണ്ടു തീർത്തിട്ട് ഇപ്പം വരാം. റീൽസ് കാണുമ്പോ കൊന്ത. അമ്മാമ്മ അങ്ങോട്ട് ചൊല്ലിക്കോ. റീൽസോ അങ്ങനെ പറഞ്ഞ എന്നതാ? അതിപ്പോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചെറിയ എന്തെങ്കിലും കഥകൾ, സിനിമ പോലെ. എത്ര കഥ വേണമെങ്കിലും നിങ്ങളുടെ അമ്മാമ്മ പറഞ്ഞു തരും. അവളൊരു കഥ പറച്ചിലുകാരിയല്ലേ. എന്നാ ഞാനൊരു കഥ പറയാം. 10 കന്യകളുടെ കഥ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. സ്വർഗത്തിൽ നിന്നുമിറങ്ങി വന്ന ദൈവത്തിനേകനാം പുത്രൻ വന്യൻ. സ്വർഗരാജ്യം ഏതിനോടുപമിച്ചിടും എന്നതിനുത്തരം നൽകും നേരം യേശുദേവൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് ഈ വിധം ചൊല്ലിയൂപമയിത്.
മണവാളനെ എതിരേറ്റിടാൻ പോയതാ കന്യകമാർക്കു സമാനമതേ. സ്വർഗമണാളൻ വരവിനായി കാത്തവർ കന്യകമാരവർ 10 പേർത്ത. ബുദ്ധിഹീനകളതിൽ 5 പേർ തങ്ങൾ തൻ ദീപേഷ്ടിക്കൊപ്പം എണ്ണ കരുതിയില്ല. രാത്രിയാമത്തിലവർ മന്നിച്ചുറങ്ങുമ്പോൾ മണവാളൻ വരവിൻ്റെ ആർപ്പുയർന്നു. ദീപേഷ്ടി തെളിയിക്കാൻ ബുദ്ധിഹീനകളഞ്ചും തൈലത്തിനായി അലഞ്ഞ നേരം. ബുദ്ധിമതികളഞ്ചും ഹൃദയവിളക്കുമായി മണവാളനെ എതിരേറ്റുപാടി. മണിയറവാതിലടഞ്ഞ ശേഷം വാതിലിൽ മുട്ടിക്കരഞ്ഞവരാ. ബുദ്ധിഹീനകളോടാമണാളൻ ചൊന്നാൻ നിങ്ങളെ ഞാനറിയുന്നതില്ല. ദൈവപുത്രൻ തൻ മഹത്വവരവിൻ്റെ നാഴിക നിങ്ങളറിയാത്തതാൽ ആത്മീയ തൈലത്തിൻ ഹൃദയവിളക്കുമായി പ്രാർത്ഥനയോടെന്നും കാത്തിടണം. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ മരിയാപുരം കപ്പേടയിലെ കുർബാനയ്ക്ക് അഖിലച്ചൻ പ്രസംഗത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബൈബിളിലെ കഥയാണല്ലേ? മിടുക്കൻ. ആട്ടെ, നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരാം. കന്യകൾ നമ്മൾ ഓരോരുത്തരുമാണ്. അവരുടെ കൈകളിലെ വിളക്കുകളോ ക്രൈസ്തവ ജീവിതവും. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് ആരാ? നമ്മൾ. അതിനുവേണ്ടി സ്നേഹവും കരുണയും ലാളിത്യ മനോഭാവവും നന്മകളും നിറച്ച എണ്ണപ്പാത്രം നമ്മൾ കരുതി വയ്ക്കണം. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് കാഴ്ചവെക്കുവാൻ. എടാ മനുവേ, പോയി അപ്പനും അമ്മേനെയും വിളിച്ചേൻ, പ്രാർത്ഥനയല്ലാൻ. ഈ ബൈബിളിൽ കുറേ കഥയുണ്ടല്ലേ? എന്നാലേ നമുക്ക് പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിക്കാം. കണ്ടോടി, പിള്ളേരോട് ഒച്ച വെക്കാണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞപ്പോഴുള്ള ഗുണം. ക്രൈസ്തവ ജീവിതം കത്തിച്ചു പിടിച്ച വിളക്കുകളാണ്. അത് പ്രകാശം പരത്തുന്നു. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിവേകമതികളായ കന്യകകളെപ്പോലെ അനുദിന ജീവിതത്തിൽ ദൈവരാജ്യത്തെ പ്രതി നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം.